പൊട്ടിയ കണ്ണാടി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതുപോലെ നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കി നോക്കാം. അതിനു വേണ്ടി നമുക്ക് കണ്ണാടി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കേക്ക് ബോർഡോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് വേസ്റ്റ് പേപ്പർ എടുത്ത് അത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് ഈ കേക്ക് ബോർഡിൽ ഈ കണ്ണാടിയുടെ റൗണ്ടിൽ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലെ പൂക്കൾ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാവുന്നതാണ്. പേപ്പർ പേസ്റ്റ് എടുത്ത് അതിൽ നിന്നും കുറച്ച് വെള്ളം വാർത്തി മാറ്റിയെടുക്കുക. ബാക്കിയുള്ള പേപ്പർ പേസ്റ്റിലേക്ക് കുറച്ച് ബ്ലൂ കളർ മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ നിന്നും വെള്ളം വാർത്തിയെടുത്ത് അത് കൈകൊണ്ട് പൊടിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫെവിക്കോൾ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പശ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ കേക്ക് ബോർഡ് എടുത്ത് അതിൻ്റെ സൈഡിൽ പശ തേച്ച് ഈ മിക്സ് അതിൻ്റെ സൈഡിലൂടെ ഒട്ടിച്ച് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഈ കണ്ണാടിയും കൂടി ഇതിൻ്റെ നടുവിൽ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ആ പൂക്കളുള്ള ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പേപ്പർ പേസ്റ്റിൽ നിന്ന് കുറച്ചെടുത്ത് അതിൽ കുറച്ച് ബ്ലാക്ക് കളറും പശയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളതിൽ റെഡ് കളറും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി കേക്ക് ബോർഡിൽ പശ തേച്ച് അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. പശ ചേർക്കുമ്പോൾ ഏറ്റവും നല്ല പശ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.